റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ്. ശബരിമലയിലെ പീഠം വിവാദത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച പീഠം സന്നിധാനത്ത് എത്തിച്ചിട്ടില്ലെന്ന് ദേവസ്വം വിജിലൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ 2021 ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരാളും ഈ പീഠം കണ്ടിട്ടില്ലെന്നും PS പ്രശാന്ത് റിപ്പോർട്ടറിനോട് പറഞ്ഞു. 2021 പീഠം സമർപ്പിച്ചുവെന്നായിരുന്നു സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം. അതേസമയം ദേവസ്വം ബോർഡിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് ബോർഡിന്റെ തീരുമാനം. റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ്. സന്നിധാനത്തെ ദ്വാരപാലക പീഠവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിൽക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് PS പ്രശാന്താണ് നമുക്കൊപ്പം ഉള്ളത്. ഇദ്ദേഹം ഈ പോറ്റി തന്ന പീഠം ശബരിമലയിൽ സന്നിധാനത്തിൽ എത്തിയിട്ടുണ്ടാവും? ഇല്ല, എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അന്നും ഇന്നും പറയുന്നു, ഇയാൾ ആ പീഠം ശബരിമലയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉദ്യോഗസ്ഥർക്ക് അത് കൃത്യമായ റെസീറ്റ് കൊടുത്ത് മഹസൽ രേഖപ്പെടുത്താതെ അവിടെ സ്വീകരിക്കാൻ പറ്റില്ല. അങ്ങനെ അവിടെ എത്തിയിട്ടില്ല, അങ്ങനെ ഒരു റെസീറ്റില്ല, അങ്ങനെ ഒരു രേഖയില്ല. അതായത് അവിടെ വന്ന് അളവ് ശരിയല്ലാത്തതുകൊണ്ട് തിരിച്ചു പോയെന്ന് പറയുന്നത് ശരിയല്ല. അറിയില്ല, അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥന്മാർക്കും അങ്ങനെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ, അവിടെ അത് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ രേഖ വേണ്ടേ? അതുകൊണ്ട് രേഖയില്ല. അയാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? അപ്പം അവിടെ ഇത് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ റെസീപ്റ്റ് കൊടുത്തിട്ടുണ്ടാവും, അതിൻ്റെ ഒരു മഹസറുണ്ടാവും, ആ രേഖയുണ്ടാവും. അങ്ങനെ ഒരു രേഖ അവിടെ ഇല്ല. പിന്നെ ഇയാൾ പറഞ്ഞത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇയാൾ ഏതോ ഒരു കാലഘട്ടത്തിൽ അവിടെ വന്ന് സമർപ്പിച്ചിട്ട് പോയെന്ന് വെച്ചാൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? രേഖ വേണ്ടേ? ഇത് സത്യത്തിൽ ഇയാൾ ഒരു 5 ദിവസം മുമ്പ്, ആഗോള അയ്യപ്പ സംഗമത്തിന് ഒരു 5 ദിവസം മുമ്പ് ഇയാൾ വെളിപ്പെടുത്തുമ്പോഴാണ് അന്നും കണ്ട് ഇതിനൊരു മെയിലും കണ്ട് പുള്ളി അയച്ചിരുന്നു. അങ്ങനെ ആ മെയിൽ വഴി ഇയാൾ വെളിപ്പെടുത്തുമ്പോഴാണ് ഈ സാധനം അവിടെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത്, ഞാൻ നേരത്തെ തന്നെ പറയുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ ഇങ്ങനെ വന്നിരുന്നോ എന്ന് അന്വേഷിച്ചിരുന്നോ താങ്കൾ? അല്ല, ഇല്ല, ആർക്കും അറിയില്ല. നമ്മൾ സ്വാഭാവികമായും ആരുടെ അന്വേഷിക്കേണ്ടത്? അന്നത്തെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഉദ്യോഗസ്ഥർ, രേഖകൾ, അങ്ങനെയല്ലേ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണല്ലോ കോടതി ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിന് ഏൽപ്പിച്ചത്. അദ്ദേഹം വന്ന് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു രേഖയില്ലെന്ന് മാത്രമല്ല, അവിടെ എവിടെയുമില്ല. ആ ശബരിമലയിലെ സ്ട്രോങ് റൂമിലും അതുമായി ബന്ധപ്പെട്ട്, അത് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ സൂക്ഷിക്കുന്നത് ഇവിടെയാണ്, ആറന്മുള. അവിടെയും നോക്കി, അവിടെയുമില്ല, രേഖയുമില്ല, ഇതുമായി ബന്ധപ്പെട്ട താങ്ങുവിടവുമില്ല. ഇവർ ഇതുമായി വന്ന് കണ്ട ആളുമില്ല, ഒന്നുമില്ല. ഇതിനെ സംബന്ധിച്ച് ആർക്കും ഒരു അറിവില്ല. ഇങ്ങനെ ഒരു സാധനം ഇയാൾ ഇവിടെ സമർപ്പിച്ചില്ലയോ എന്നുള്ളത് ആർക്കും ഒരു രേഖയില്ല, അറിവുമില്ല. ഈ വെളിപ്പെടുത്തൽ നടത്തി ദേവസ്വം ബോർഡിനെ അപമാനിച്ചതിന് ഞങ്ങൾ ഡിഫമേഷന് കേസ് കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായി ഇയാളെ കസ്റ്റഡി ഈ സാധനം വെച്ചിട്ട് ഇയാൾ ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു എന്ന് പറയുന്നത് പച്ചക്കള്ളമല്ലേ? ഇയാൾ ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത്? ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പകട്ട് കുറയ്ക്കുവാൻ ഇയാൾ ആസൂത്രിതമായി നടത്തിയ നീക്കമെന്നാണ്. രാഷ്ട്രീയക്കാരുടെ ചട്ടുകമായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടാവും, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ്. പീഠത്തിൽ നിർണായകമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ PS പ്രശാന്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. 2021 ശബരിമലയിൽ ദ്വാരപാലക പീഠം കൊണ്ടുവന്നുവെന്നും ആ പുതിയ ദ്വാരപാലക പീഠം അവിടെ സ്ഥാപിക്കാൻ നോക്കിയപ്പോൾ അളവ് അത് പാകമായില്ലെന്നും തുടർന്ന് ആ ദ്വാരപാലക പീഠം തിരികെ കൊണ്ടുപോയി എന്നുമാണ് പറയുന്നത്. പക്ഷേ അങ്ങനൊരു ദ്വാരപാലക പീഠം അവിടെ കൊണ്ടുവന്നതിന് ദൃക്സാക്ഷികളോ ഏതെങ്കിലും തരത്തിലുള്ള രേഖാ തെളിവുകളോ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നത്. നിർണായകമായ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളം പറയുകയായിരുന്നോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് വാസുദേവന്റെ കയ്യിൽ ആ പീഠം ഉണ്ടായിരുന്നിട്ടും എന്തിനാണ് ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്തിയത്? അത് കാണാനില്ല എന്ന സംശയത്തിന്റെ പുകമറ സൃഷ്ടിച്ചത് പ്രധാന ചോദ്യമാണെന്നേ. റഹീസ് റഷീദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, വെരി ഗുഡ് മോർണിംഗ്. റഹീസ് റഷീദ്, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ PS പ്രശാന്ത് പങ്കുവച്ചിരിക്കുന്നത്. ആ പീഠം 2021 ശബരിമലയിൽ കൊണ്ടുവന്ന് ആരും കണ്ടിട്ടില്ലേ? അപ്പോൾ ഈ പീഠവും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ കാണാതാകലും എല്ലാം ഒരു ആസൂത്രണത്തിന്റെ തിരക്കഥയുടെ ഭാഗമാണോ? ഗുഡ് മോർണിംഗ് അരുൺ. PS പ്രശാന്ത് പറഞ്ഞതനുസരിച്ച് അത് പൂർണ്ണമായും ഒരു തിരക്കഥയാകാനുള്ള സാധ്യത തന്നെയാണുള്ളത്. ഇതിൽ PS പ്രശാന്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അവർ നടത്തിയ അന്വേഷണത്തിന്റെ വിവരങ്ങൾ പറഞ്ഞു എന്ന് മാത്രമല്ല, ഇന്നലെ ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസിന്റെ SP
സുനിൽകുമാർ കൊടുത്ത റിപ്പോർട്ടിലും ഇക്കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത് എന്നതാണ് PS പ്രശാന്ത് പറഞ്ഞത്. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി നടത്തിയ അന്വേഷണത്തിലും ഇങ്ങനെ ഒരു പീഠം 2021 മറ്റെപ്പോഴെങ്കിലുമോ സന്നിധാനത്ത് എത്തിയിട്ടില്ല എന്ന് അവരുടെ അന്വേഷണത്തിൽ കണ്ടു. 2, ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ദേവസ്വം വിജിലൻസിന്റെ SP നടത്തിയ അന്വേഷണത്തിലും അങ്ങനെ ഒരു പീഠം ശബരിമലയിൽ എത്തിയിട്ടില്ല എന്ന നിർണായക വിവരമാണുള്ളത്. ആ വിവരം ഇന്നലെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിലെ ഉള്ളടക്കം കൂടിയാണ് PS പ്രശാന്ത് പറഞ്ഞത്. ഇതിനകത്ത് അടിമുടി കള്ളത്തരം നടന്നിട്ടുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതുവരെ അത് സ്പോൺസർ ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് 2021 അത് പീഠത്തിൽ ദ്വാരപാലക ശില്പത്തിൽ അവിടുത്തെ പീഠത്തിലേക്ക് കൊണ്ടുവന്നു. അളവ് പാകമായില്ല, വലുതായിരുന്നു ഞങ്ങൾ നിർമ്മിച്ചത്, അതുകൊണ്ട് അത് അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് അത് സന്നിധാനത്ത് എത്തിച്ചു എന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു പീഠം സന്നിധാനത്ത് ഒരു കാലഘട്ടത്തിലും എത്തിയിട്ടില്ല എന്നതാണ് ദേവസ്വം ബോർഡിന്റെയും ദേവസ്വം വിജിലൻസിന്റെയും അന്വേഷണത്തിൽ കണ്ടെത്തിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിലെ ഗൂഢാലോചന അന്വേഷിക്കണം എന്ന ഒരു ആവശ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മാനനഷ്ടമുണ്ടാക്കിയ ആവശ്യം ഉന്നയിച്ച പോലീസിൽ പരാതി നൽകാനുള്ള ഒരു നിർണായക തീരുമാനമെടുത്തിരിക്കുന്നു. സ്വാഭാവികമായും പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ഇതിനു പിന്നിൽ സംഭവിച്ചത് എന്ന കാര്യം വ്യക്തമാവുകയും ചെയ്യും. ഡോക്ടർ അരുൺ. ഓക്കെ, ഒരു പ്രേക്ഷകൻ പറയുന്ന പോലെ വലിയ ചന്ദനാദി എണ്ണ ഓർമ്മക്കുറിവിന് ബെസ്റ്റാണ് എന്ന് നന്ദമാരാർ പണ്ട് പറഞ്ഞിട്ടുണ്ട് നരസിംഹം എന്ന സിനിമയിൽ. അതാണ് പറയേണ്ടി വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിനാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞതിലൊരു പശ്ചാത്താപമുണ്ടോ, ആ പറഞ്ഞതിൽ ഖേദിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കാര്യം ദേവസ്വം ബോർഡ് ഡിഫമേഷനുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്തിനാണ് ഒരു അവസരത്തിൽ അങ്ങനെ ഒരു കാര്യം എടുത്തിട്ടതെന്ന് മനസ്സിലാവുന്നില്ല. ദേവസ്വം ബോർഡിന്റെ പക്കലുള്ള രേഖകളിൽ ഒന്നിലും 2021 അങ്ങനെ ഒരു പീഠം, ദ്വാരപാലക പീഠം അവിടെ എത്തിയതായിട്ട് കാണുന്നില്ല. ഒന്നുകിൽ അത് ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ച വീഴ്ച. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ ദ്വാരപാലക പീഠം ശബരിമലയിൽ എത്തിയത് ആരെങ്കിലും കാണണ്ടേ? PS പ്രശാന്ത് പറയുന്നതനുസരിച്ച് അത് ആരും കണ്ടിട്ടുമില്ല. അപ്പോൾ പിന്നെ ഈ പീഠം എവിടെ നിന്ന് വന്നു എന്നതാണ് ചോദ്യം. പീഠത്തിന്റെ വിവാദത്തിന് പിന്നിൽ എന്താണ്? ആസൂത്രിതമായ തിരക്കഥയാണോ? പോറ്റി മറുപടി പറയേണ്ടി വരും.